ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യഷസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. അതിന്റെ കൂടെ ഞാൻ കൂന്തൽ ക്ലീൻ ചെയ്യുന്നതിന്റെ വീഡിയോയും കൊടുത്തിട്ടുണ്ട്. കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കണവ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ തയ്യാറാക്കാന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇത് നമ്മൾ സാധാരണ കൂന്തൽ കൊണ്ടല്ല ഞാനിത് തയ്യാറാക്കുന്നത്. ഇത് വലിയ കൂന്തലാണ്. അതായത് ഒരു കൂന്തൽ ഏകദേശം 1 കിലോയോളം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും അതുപോലെ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിപ്പോ വലിയ കൂന്തലായതുകൊണ്ട് ഞാനിപ്പോ അതിന്റെ തലഭാഗം ആദ്യം കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഒഴിവാക്കാനല്ല കേട്ടോ. കാരണം ഒരുപാട് മഷി ഉണ്ടാവും. ബ്ലാക്ക് കളറിലെ ലിക്വിഡാണ് മഷി. അപ്പൊ അത് നമ്മുടെ മേലിൽ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ അകത്തൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കാം. എന്നിട്ട് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി തൊലി. നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കാൻ പറ്റും. പിന്നെ അകത്ത് നമ്മൾ തലയുടെ ബാക്കി ഭാഗം ഉണ്ടെങ്കിൽ അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാനുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒഴിവാക്കാനുള്ളതല്ല. ഇതിന്റെ അകത്തുള്ള വേസ്റ്റ് അല്പം ഉണ്ടാവും, അത് ഒഴിവാക്കിയാൽ മതി. ഇതിപ്പോ വലിയ കൂന്തലായതുകൊണ്ട് നമ്മളിപ്പോ ഒരു തവണ മാത്രം നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. ചെറുതാണെങ്കിൽ എല്ലാം ഒരുപാട് നേരം എടുക്കും എല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോൾ. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരുപാട് മഷി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചെറിയ പീസാക്കിയിട്ട്, വളരെ ചെറിയ പീസാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ കൂന്തൽ അല്ലെങ്കിൽ കണവ നമ്മൾ റിംഗ് ആയിട്ട് കട്ട് ചെയ്യാറുണ്ട്. അതുപോലെ വലിയ പീസാക്കിയിട്ടൊക്കെ കട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ വെന്ത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇതിപ്പോ വലുതായതുകൊണ്ട് വെന്ത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ചെറുതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അകത്ത് ഇനിയും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കിയെടുക്കാം. ഒരുപാട് വേസ്റ്റ് ഉണ്ട് വീണ്ടും. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് മസാല പിടിക്കാനും അതുപോലെ നല്ല ടേസ്റ്റ്, നല്ല പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ നല്ലതാണ് അങ്ങനെ വളരെ ചെറുതായിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗവും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തലഭാഗം മാത്രം കാണിക്കാം. ഇനി ഇതിന്റെ അകത്തുള്ള വേസ്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിപ്പോ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നീളത്തില് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ 1 കിലോ ഒരു കൂന്തൽ, അതായത് ഒരു വലിയ കൂന്തൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്താൽ ഇത്രയുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ മസാല തേക്കുന്ന നോക്കാം. നമ്മളിപ്പോൾ സവാള ഒന്നും വഴറ്റിയെടുക്കുന്നില്ല. നേരിട്ട് പ്രഷർ കുക്കറിലേക്ക് 2 സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 2 ചെറിയ തക്കാളി എടുക്കട്ടെ. 2 വലിയ സവാളയ്ക്ക് 2 ചെറിയ തക്കാളിയാണ്. അതുപോലെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കുക. വെളുത്തുള്ളി ഒന്നും ചെയ്യേണ്ട, നേരെ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അത് നന്നായിട്ട് വെന്തോളും. നമ്മൾ ഇത് വേവുന്ന സമയത്ത് അത് വെന്തോളും. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി നമ്മൾ കുറച്ചധികം ചേർക്കണം. നമ്മളെ ഈ കൂന്തലിലേക്ക് മല്ലിപ്പൊടി നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ കുറച്ചധികം ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും.
അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി അത് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്ത ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഉണ്ടാവും. അതൊക്കെ വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രഷർ കുക്ക് ചെയ്യാനുണ്ട്. 2 വിസിൽ വരുന്നത് വരെയാണ് പ്രഷർ കുക്ക് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് അധികം ഗ്രേവി വേണ്ടെന്നാണെങ്കിൽ ഞാനിപ്പോൾ അല്പം കൂടി ഗ്രേവി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശയുടെ കൂടെ കറിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് 2 വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് 2 വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രഷർ മൊത്തം പോയ ശേഷമാണ് ഞാൻ തുറന്നിട്ടുള്ളത്. ഇത്രയും വെള്ളമുണ്ട്. ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് ഇത്രയും വെള്ളം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കാം. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ കളറായി വന്ന ശേഷം മാത്രം നമുക്കിതിലേക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം എത്തിയ ശേഷം മാത്രം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്നും ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് വറ്റി വരുന്ന സമയത്ത് നന്നായിട്ട് ഉപ്പുണ്ടാവും ചിലപ്പോൾ. നന്നായിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം അത് കുക്ക് ചെയ്തെടുക്കണം. നല്ല തിക്കായി വന്ന ശേഷം നമുക്കിതിലേക്ക് ബാക്കി വേവിച്ചിട്ടുള്ള കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് അത് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂന്തൽ വേവിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കൂന്തളും അതുപോലെ ഈ ഗ്രേവിയും കൂടി നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്നാലേ അതിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കുള്ളൂ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ. പിന്നെ നമ്മളിപ്പോൾ ഇത് നോക്കി നിൽക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. അത് ചെറുതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് വന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ നമ്മൾ കുക്കറിൽ 2 വിസിലാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അല്പം കൂടി ഇത് വേവാനുണ്ടാവും ഈ കൂന്തൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ അത് വെന്ത് കിട്ടും, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അല്പം ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മൊത്തം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്കിയുള്ള ഗ്രേവി നന്നായിട്ട് തിക്കായി വരുന്നത് വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് ഗ്രേവി നമ്മൾ മാറ്റി വെക്കരുത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ കൂന്തൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം എരിവ് ഉണ്ടാവില്ല. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഓരോ കൂന്തലിൻ്റെ പീസിലും നന്നായിട്ട് തന്നെ മസാല കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് അല്പം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് മസാലക്കുത്തൊന്നും ഉണ്ടാവില്ല. നമ്മൾ അത്യാവശ്യം എണ്ണയിൽ തന്നെയാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ട് ഒട്ടും മസാലേൻ്റെ ആ ഒരു കുത്തുന്ന ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കണവ റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കൂന്തൽ റോസ്റ്റിൻ്റെ ശരിക്കുള്ള കളറ്. നല്ല അടിപൊളിയായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വലിയ കൂന്തൽ കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചെറിയ കൂന്തൽ കൊണ്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പ്രഷർ കുക്കർ യൂസ് ചെയ്യേണ്ടെന്നുള്ളൂ. ഇതേ സെയിം റെസിപ്പി തന്നെ. അതിൽ എല്ലാം ചെറുതായിട്ടൊന്ന് അരിയുക നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ചട്ടിയിലോ അല്ലെങ്കിൽ പാനിലോ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് നമ്മളത് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അയയ്ക്കുക. അതുപോലെ ഐഷാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.